വീറ്റി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്രദം എന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവർ, പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് മാത്രം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചകിരിച്ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട ചകിരിച്ചോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് നമ്മളങ്ങ് ഇത് അരിയൊക്കെ പാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതുപോലെ പിടിക്കത്തില്ല, കാരണം അതിന് ഒരുപാട് കറയുണ്ട്. അപ്പം ഞാൻ ആ ബിസ്ക്കറ്റ് കട്ട പോലുള്ള ചകിരിച്ചോറ് കൊണ്ടുവന്നിട്ട് ഇതേമാതിരിയുള്ള ടബിനകത്ത് 2 ദിവസം ഇട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കറ കണ്ടോ. അതിൻ്റെ കറയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചായപ്പൊടിയുടെ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോഴില്ലേ അതിൻ്റെ കറ മാതിരിയുള്ള അതിൻ്റെ കട്ടൻ ചായയുടെ കളറാണ് ഇതിന് വരുന്നത്. ഇതിനകത്ത് നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ മുളയ്ക്കാനാ? ഇതിൻ്റെ കറയെല്ലാം പോകണം. അപ്പോൾ ഈ കറ മൊത്തം പോയത് നമ്മൾ പിഴിഞ്ഞ് എടുത്ത് തണലത്തിട്ട് ഉണക്കും. തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം പിന്നെ അത് ഒരു പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന അതേ നനവിനകത്ത് വേണം നമ്മൾ വിത്ത് പാവാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമുക്ക് നല്ലതുപോലെ വിത്ത് മുളച്ച് കിട്ടും. അങ്ങനെ ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അങ്ങനെ. ഇപ്പം ഇത് 3 ദിവസം വെള്ളത്തിനകത്ത് കിടന്നതാണ്. 3 ദിവസം വെള്ളത്തിനകത്ത് കിടന്നത് ഇതിൻ്റെ കറ കളഞ്ഞ് ഞാൻ ഇതുപോലെ ഇങ്ങോട്ടിട്ടിട്ട് ഇനി ഇത് ഞാൻ തണലത്തോട്ടെടുത്തങ്ങ് വെച്ച് നിരത്തിയിട്ടേക്കും. തണലത്ത് നിരത്തിയിട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കറയെല്ലാം പോയി, നല്ല അധിക വെള്ളം നനവെല്ലാം പോയി നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് വിത്ത് പാകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളും ഇനി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നമ്മളൊന്ന് ചെയ്ത് സക്സസ് ആയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇതെൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്